ഹായ് ഹലോ നമസ്കാരം. മല്ലു മലയാള കുക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് റെസ്റ്റോറൻറ്റ് ധാബയിലൊക്കെ കിട്ടുന്ന ഒരു ഗ്രീൻ പീസ് മസാലയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. പൊറോട്ട, ചപ്പാത്തി, നാണ് ഇതിനൊക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. സമയം കളയാൻ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ആദ്യം തന്നെ കുക്കറിലേക്ക് 5-6 മണിക്കൂർ നേരം വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസാണ്. അത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഗ്രീൻ പീസ് മുങ്ങി നിൽക്കുന്ന പാകത്തിന് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇച്ചിരി കൂടിയാലും കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ സ്റ്റോക്ക് വാട്ടർ നമുക്ക് കുറച്ച് ആവശ്യമുണ്ട്. കുക്കറൊന്ന് അടച്ച് 3 വിസിൽ വരുന്നവരെയും നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ആ സമയം കൊണ്ട് മിക്സിയുടെ ജാറിലേക്ക് 4 പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കാം. പിന്നെ 6-7 ചെറിയുള്ളി അല്ലി നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് ചതച്ചിട്ട് വേണമെങ്കിൽ ചതച്ചിട്ട് ചേർക്കാവുന്നതാണ്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളവും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇനി നല്ലപോലെ ഒന്ന് അരച്ചിട്ട് വരാം. ഇതുണ്ടോ, നല്ലപോലെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. അടുത്തായി 2 തക്കാളി ഇതെങ്ങനെ കട്ട് ചെയ്തിട്ട് നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് അരച്ചിട്ട് വരാം. നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. അടുത്തതായി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി 2 മീഡിയം സൈസ് സവാളയാണ്, അത് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 10 കാഷ്യൂ നട്ടാണ്, അണ്ടിപ്പരിപ്പ്, അതും കൂടി ഇതിൻ്റെ കൊടുത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ ഈ സവാളിൻ്റെയൊക്കെ ഒന്ന് കളർ മാറി വരുന്നവർക്ക് നല്ല രീതിക്കൊന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ ഈ റെസ്റ്റോറൻറ്റ് ധാബ സ്റ്റൈൽ ആയതുകൊണ്ട് തന്നെ കുറേ സാധനങ്ങൾ അരച്ചുകൊണ്ട് ചേർക്കാനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ അരച്ച് അരപ്പെല്ലാം റെഡിയാക്കി വെക്കുന്നത്. ഓക്കെ, ഇതാണ്ടോ കളറൊക്കെ മാറി, നമ്മുടെ സവാളയും കാഷ്യൂ നട്ടൊക്കെ നല്ലപോലെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഓക്കെ, ഇത്രയും മതി. ഇനി നമുക്കിതൊന്ന് ചൂടാറാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാം. ചൂടാറിയതിന് ശേഷം നമുക്ക് ഈ മിക്സിയുടെ ജാറിലിട്ട് വീണ്ടും നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാനുണ്ട്. കണ്ടോ, ഏകദേശം നല്ലപോലെ ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് അരച്ചിട്ട് വരാം. കണ്ടോ, നല്ലപോലെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഈ അരയ്ക്കാനുള്ള സംഭവങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇത്രയും മതി. നമ്മൾ നേരത്തെ ഉപയോഗിച്ചിരിക്കുന്ന അതേ പാൻ എടുത്തിരിക്കുന്നത്. ബാക്കി വന്ന ഓയിലിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക, തക്കോലം ഇതെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് വലിയൊരു സവാള പൊടിയായി കട്ട് ചെയ്താണ്, അത് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ സവാളയുടെ കളർ മാറുന്നവർക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതാണോ, നമ്മുടെ സവാളയൊക്കെ നല്ലപോലെ കളർ മാറി വന്നിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു പരുവം മതി. ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം കൂടി അരച്ച അരപ്പാണത്, അത് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സിങ് ആക്കി എടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു പരുവം മതി. ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം. ഇനി വീണ്ടും എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ കറിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അരപ്പെല്ലാം നമ്മൾ ആദ്യം തന്നെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാക്കാൻ എളുപ്പമാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ഈ അരപ്പെല്ലാം ആദ്യം തന്നെ ഞാൻ റെഡിയാക്കി വെച്ചത്. ഓക്കെ, കണ്ടോ, എല്ലാം നല്ലപോലെ ഒന്ന് മിക്സിങ് ആയി എടുത്തിട്ടുണ്ട്. കുറച്ച് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കേണ്ട ഒരു സമയം മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും, നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, നല്ലപോലെ മിക്സിങ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി. ഇനി ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ ഇതുവരെയ്ക്ക് ഉപ്പൊന്നും ചേർത്തിട്ടില്ല, നമ്മളിപ്പോഴാണ് ഉപ്പ് ചേർക്കാൻ പോകുന്നത്. ഓക്കെ, ഇനി ഇതെല്ലാം കൂടി നമ്മുടെ മസാലയുടെ പച്ചക്കുത്ത് മാറുന്നവർക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. മസാലയെല്ലാം നല്ലപോലെ മിക്സിങ് ആക്കി എടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു പരുവം മതി. ഇതിലേക്ക് നമ്മൾ തക്കാളി പേസ്റ്റ് അയച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിതിനകത്ത് ഇളക്കൽ ഇത്തിരി കൂടുതലാണ്. കാരണം എന്ന് വെച്ചാൽ ഓരോ ഘട്ടമായിട്ട് ഓരോന്നാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ടേസ്റ്റും ആ ഒരു ലെവലും വരണം എന്ന് വെച്ചാൽ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കേണ്ട ഒരു കാര്യമുണ്ട്. അതിന് ഇത്തിരി ഒന്ന് ക്ഷമ വേണം. ഓക്കെ, കുഴപ്പമില്ല, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. കണ്ടോ, നല്ലപോലെ മിക്സിങ് ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു പരുവം മതി. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വയ്ക്കുന്ന സ്റ്റോക്ക് വാട്ടറാണ്, അത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഗ്രേവിക്ക് അനുസരിച്ച് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ചെറുതായിട്ട് എല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഓക്കെ, കണ്ടോ, ഈ ഒരു പരുവമാണ്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് നമുക്കതൊരു 10 മുതൽ 15 മിനിറ്റ് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഓക്കെ, ഏകദേശം ഒരു 15 മിനിറ്റുകളുടെ അടുത്തായിട്ടുണ്ട്. അത് നമുക്കൊന്ന് തുറന്ന് നോക്കാം. കണ്ടോ, വെള്ളം കുറച്ചൊക്കെ നമുക്കൊന്ന് വറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി ഒന്ന് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഓക്കെ, കണ്ടോ, നല്ലൊരു സെമി ഗ്രേവി ടൈപ്പായിട്ട് വന്നിട്ടില്ലേ. ഇനി ഞങ്ങൾക്ക് ഇതിലേക്ക് വെള്ളം ചേർത്തണമെങ്കിൽ കുറച്ചും കൂടി വെള്ളം ചേർത്താവുന്നതാണ്. ഞാനിതൊരു ചപ്പാത്തി, നാണ്, പൊറോട്ട ആ ഒരു പരുവത്തിനായതുകൊണ്ടാണ് ഞാനൊരു സെമി ഗ്രേവി പരുവത്തിലാക്കിയിരിക്കുന്നത്. ഓക്കെ, ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഗരം മസാല എടുത്തിരിക്കുന്നത്, ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാല ഉണ്ട്, അത് നമുക്കൊന്ന് അതുപോലെ ഒന്ന് മേലെ കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. എല്ലാം നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർത്താൻ പോണത് സവാള, കാഷ്യൂ നട്ട് നമ്മൾ അരച്ച് വെച്ചില്ലേ, അതാണ് ചേർത്താൻ പോണത്. ഓക്കെ, വേണ്ട, എല്ലാം നല്ലപോലെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ജാറ് കഴുകിയ വെള്ളം കൂടി ഒന്ന് കുറച്ചൊന്ന് ഒഴിച്ച് ചേർത്ത് കൊടുക്കാം. ഓക്കെ, വീണ്ടും ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതിൽ മിക്സിങ് മാത്രമേ കൂടുതൽ യൂസ് ചെയ്യുന്ന വേർഡല്ലേ. ഓക്കെ, ഇതെല്ലാം കൂടി നല്ലൊരു ഗ്രേവി, സെമി ഗ്രേവി ടൈപ്പാണിത്. കണ്ടോ, കറക്റ്റ് ലെവലാണ്. ഈ ഒരു ടൈപ്പിൽ നമ്മൾ ആക്കിയെടുക്കണമെന്ന് വെച്ചാൽ നല്ല ടേസ്റ്റാണ്. ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ കുറച്ച് വെള്ളം വേണമെങ്കിൽ ചേർത്താവുന്നതാണ്, ഒരുപാടായി പോലെ. അപ്പോൾ നമുക്കൊരു ടേസ്റ്റിൽ വ്യത്യാസം വരും. ഈ ഒരു പരുവാകുമ്പോൾ പെർഫെക്റ്റാണ്. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് കസൂരി മേത്തിയാണ്, അത് നമുക്ക് മേലെ കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോഴേ നമുക്ക് ഇതിൻ്റെ ഒരു പൂർണ്ണ രൂപമാവുള്ളൂ. ഓക്കെ,
ഇനി ഞാൻ കുറച്ച് മല്ലിയിലും കൂടി ഒന്ന് മേലെ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിയില ഓപ്ഷനാണ്, വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം, ഇല്ലെങ്കിൽ ഞാൻ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മുടെ റെസ്റ്റോറൻറ്റ് ധാബ സ്റ്റൈലിലുള്ള ഗ്രീൻ പീസ് മസാല റെഡി ആയിട്ടുണ്ട്. മസ്റ്റായി ട്രൈ ചെയ്യേണ്ട ഒരു അടിപൊളി ഐറ്റമാണിത്. ഒരു പ്രാവശ്യം ഇത് ഉണ്ടാക്കി നോക്കി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്കിത് ഭയങ്കര ഇഷ്ടമാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്